ഇന്ത്യയിലെ ജനാധിപത്യ ബോധം ഉണ്ടാക്കിയത് സംശയമൊന്നുമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കരംതീരുവയുള്ളവർക്ക് മാത്രം വോട്ടവകാശം ഉണ്ടായിരുന്ന ഒരു കാലത്ത് എല്ലാവർക്കും വോട്ടവകാശം കിട്ടിയത് കോൺഗ്രസ് പാർട്ടിയിലാണ്. 4 മെമ്പർഷിപ്പുള്ള എല്ലാവരെയും വോട്ടർമാരാക്കിക്കൊണ്ട് എല്ലാ കൊല്ലവും കോൺഗ്രസിന്റെ അടിസ്ഥാന സംഘടനാ ഘടന തൊട്ട് അതിൻ്റെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിയും അഖിലേന്ത്യാ പ്രസിഡന്റിനെയും വരെയും എല്ലാ കാലത്തും എല്ലാ വർഷവും തെരഞ്ഞെടുക്കുന്ന ഒരു സമ്പ്രദായം കോൺഗ്രസിനുണ്ടായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ജീവാത്മാവും പരമാത്മാവുമായി ഗാന്ധിജി നിലനിന്നിരുന്ന കാലത്ത് തന്നെ ഗാന്ധിജിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായ പട്ടാഭി സീതാരാമയ്യ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസാണ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത്. അങ്ങനെ ഗാന്ധിജിയുടെ സ്വന്തം സ്ഥാനാർത്ഥി പരാജയപ്പെട്ട കോൺഗ്രസ് തെരഞ്ഞെടുപ്പുകൾ, കോൺഗ്രസിലെ 4 മെമ്പർഷിപ്പ് ഉണ്ടായ അംഗത്വമുള്ള അവരുടെ തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യ ബോധത്തെ ആഴത്തിൽ ഉറപ്പിച്ചത്.